ചെയ്യുവിൻ. ഇന്ന് പകൽക്കാലം യേശു കൽപ്പിക്കുന്നത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു പ്രത്യേക വിടുതലാണ് ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ രോഗസൗഖ്യമായിരിക്കാം, ഒരുപക്ഷെ ഭവനത്തിന്റെ പണിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ തലമുറകളുടെ അനുഗ്രഹമായിരിക്കാം. ഏതൊരു വിഷയമുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടുകൂടെ അവന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി തരുവാൻ ഈ പ്രാർത്ഥന ഹോളിൽ നമ്മുടെ കർത്താവായ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞ മനുഷ്യർ വന്നില്ലെങ്കിലും, നമ്മളെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെ സഹായിക്കാം എന്ന് പറയുന്നവർ നമ്മളെ കൈവിട്ടാലും കൈവിടാത്ത ഒരു യേശു ഇന്ന് പകൽക്കാലം നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്ന യേശു അപ്പൻ ഈ പ്രാർത്ഥന ഹാളിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒന്ന് കരമടിക്കാമെങ്കിൽ കരമടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന ഹാളിൽ വന്നിട്ടുള്ളവർ കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മകത്ത. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കട്ടെ. ചുങ്കക്കാരും ഭാവികളും എല്ലാം അവന്റെ വചനം കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ ഭാവികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് അവരോടവൻ ഈ ഉപമ പറഞ്ഞു. ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യന്റെ